കണക്കൊക്കെ മാറിയോ? കണക്കൊക്കെ മാറി. ആരുടെ പടക്കം? സ്ഥാനാർത്ഥിയെ കുറിച്ച് കണക്കൊക്കെ പറഞ്ഞിരുന്നു. ആരോടും പറഞ്ഞില്ല, നിനക്ക് തോന്നിയതാ. അങ്ങനെ തോന്നലൊക്കെ മാറ്റിപ്പോയി. അതിനിടയ്ക്ക് വിഷക്കലക്കാൻ വന്നിരിക്കുകയാണ്. അത് പറഞ്ഞ സത്യമല്ലേ പറയട്ടെ? ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചോളൂ, നിനക്ക് അറിയാൻ പാടില്ല. ഞാൻ സത്യം പറയാറുള്ളൂ, അല്ല നുണ പറയുന്ന ഇടപാട് എനിക്കില്ല. അതായത് അനിൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം ഡൽഹിയായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആളാണ്. പക്ഷേ ബിജെപിയുടെ പാർട്ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി നീങ്ങിയിരുന്ന ആളാണ്. അതിനൊക്കെ അപ്പുറത്തായിട്ട് എ കെ ആന്റണിയുടെ മകനാണ്. കേരളത്തിൽ ഞങ്ങളുടെ മുമ്പിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞ എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള വലിയ അംഗീകാരമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പത്തനംതിട്ട പാർലമെന്റ് നിയമനത്തിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അത് പാർട്ടി തീരുമാനം, ബിജെപിയുടെ തീരുമാനമാണ്. വേറെ ആരും നിങ്ങൾക്ക് ഇവിടെ പലർക്കും അവൻ ചോദിച്ച പോലെ ഞാൻ സ്ഥാനാർത്ഥിയെന്ന് ചോദിച്ചില്ല, പിന്നെന്താ നിങ്ങൾ വർത്തമാനം പറയുന്നത്? ഒരു സ്ഥലത്ത് ആരുടെങ്കിലും പറ, ഏതെങ്കിലും ഒരുത്തം പറ ഞാൻ സ്ഥാനാർത്ഥി ചോദിച്ചു. പിന്നെ ചില വട്ടന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് ഉത്തരം പറയാൻ നമുക്കും അറിയില്ല. അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം. ബിജെപിയുടെ മുഴുവൻ പ്രവർത്തകരും വളരെ ആത്മാർത്ഥ മുൻപന്തിയിലുണ്ടാവും, ഒരു സംശയം വേണ്ട. ഇവിടെ ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ടീച്ചർ നിൽക്കുന്നു, പ്രമീളാദേവിയുണ്ട്, ജില്ലാ പ്രസിഡന്റ് ജില്ലാ നിൽക്കുന്നു, ജോർജ് കുര്യന്തി, അങ്ങനെ നോക്കുന്നത് ഇതേ നിൽക്കുന്നു, കണ്ടില്ലേ? അതായത് ഷോണുണ്ട്, നിങ്ങളെല്ലാവരും ഉണ്ട്, അത് മിനർവ ഉണ്ട്. അതായത് ഒരു ഫുൾ കോറമായത്, യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. നമുക്ക് കാണാം, നമുക്ക് മത്സരം നോക്കാം. നല്ല മത്സരമായിരിക്കും, കാണിച്ചു തരാം ജയിക്കുന്നത് എങ്ങനെയാണെന്ന്. ശരിയാ, അല്ല അത് ഞാൻ കരുതുന്നില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു. കാരണം ഞാനുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമാണ്, അതുകൊണ്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ ആ മൂവ്മെന്റ് ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കള്ളം പറഞ്ഞ പാരമ്പര്യമൊന്നും എനിക്കില്ല. ഒരു മൂവ്മെന്റിന് ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിന്റെ ഒരു അനീറ പ്രവർത്തനത്തിലായി, മനസ്സിലായില്ലേ? എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും നോക്കും. ഒരാൾ അതിന്റെ ആവശ്യം തന്നെ ബിജെപിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ബിജെപിക്ക് ആവശ്യത്തിന് വെച്ചും പ്രവർത്തകരുണ്ട്. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ പോവും, പ്രവർത്തകർ പോകേണ്ടടുത്ത് പ്രവർത്തകവും, ഒരു സംശയം വേണ്ട. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ പോകും, സംശയം എന്താ? അതല്ലിപ്പോ നടന്നിരിക്കുന്നേ, അതപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്, അതല്ലേ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ സഹോദരൻ, ഇന്ന് രാവിലെ മുതൽ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. പലരോടും ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ തർക്കങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ അതിനൊക്കെ പ്രമുഖരായ വ്യക്തിത്വങ്ങളും ബിഷപ്പുമാരുണ്ട്, അവരെ ഞാൻ കാണുന്നുണ്ട്. ഉടനെ പോയി സംസാരിക്കുക. അതായാലും ശരിയാണ്. ഞാൻ കാസയുടെ ഭാരവാഹി ഇന്ന് കിട്ടിയില്ല. കാസയുടെ നമ്മുടെ കെവിൻ പീറ്ററാണ്. കെവിൻ പീറ്റർ മാത്രമല്ല, അവർ നല്ല ഒരു നേതൃനിരയാണ്. ആ കെവിനെ ഒന്ന് ബന്ധപ്പെടാൻ ഇന്ന് കഴിഞ്ഞില്ല. കെവിനെ സംസാരിക്കും, തീർച്ചയായിട്ടും എല്ലാവരും സംസാരിക്കും. അല്ല അവരിപ്പോൾ ഞാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചു പോയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. അതിപ്പോൾ വേറെ ആളായി പോയി, പാർട്ടിയുടെ തീരുമാനമാണ്, അത് അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കണമെന്ന് ഞാൻ പറയും. അത് എന്നെ അത്രമാത്രം പ്രേമിക്കുന്ന ആളുകളുണ്ട്, എന്ത് ചെയ്യാം? അതൊക്കെ അങ്ങനെ കരയുന്നവരുണ്ട്. എന്റെ പ്രവർത്തനം അതുപോലെ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് അത് സമ്മതിച്ചല്ലോ. അങ്ങനെ നല്ല പ്രവർത്തനം അനിൽ ആന്റണിയിൽ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അതാണ് നമ്മുടെ ശ്രമം. ആരെ? ഞാനോ? അങ്ങനെ ഞാൻ പത്തനംതിട്ട മത്സരിക്കും. ഈ കൊച്ചെന്നെ ചോദിക്കുന്നത് എന്റെ മാള, ഇത് പത്തനംതിട്ട മത്സരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ഇതായി നിൽക്കുന്നു. അപ്പൊ ഇനി ഞാൻ എന്നാ മത്സരിക്കുന്നത്? ഇല്ല, ഞാനില്ല. ഞാൻ അറിയാമല്ലോ, രമേശ് പറയട്ടെ. രമേശ് അല്ല ആര് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചോളം ചോദിക്കണ്ട. ഞാൻ 91, നിങ്ങൾക്കറിയാം, 1991 പൂഞ്ഞാർ നിയമമണ്ഡലത്തിൽ എൻ ജോസഫ് MLA ആയിരുന്നു. എൻ ജോസഫിന്റെ മുന്നണി ജോസഫ് കൂടി ഞാൻ ഉൾപ്പെടെ എന്നെ തൊടുപടി നിർത്താൻ PJ എത്രയോ നിർബന്ധിച്ചു. ഞാൻ സോറി, നിൽക്കില്ല, എന്റെ നിയമത്തിൽ നിൽക്കുന്നുള്ള വാശിയാണ്. പിന്നെ 96 ആയപ്പം പൂഞ്ഞാറത്തിന് നിന്ന് ജയിച്ചാൻ MLA ആയി. 2021 വരെ MLA ആയി. എന്നതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട പ്രദേശം പത്തനംതിട്ടയാണ്. പത്തനംതിട്ട അല്ലാതെ ഒരു സ്ഥലത്തും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ എന്നെ കിട്ടുകയില്ല.
ഒരു സംശയം ഈ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് സുരേന്ദ്രൻ കുറച്ച് നേരത്തെ പറയുന്നത് കേട്ടു. അത് എല്ലാവരും മിതത്വം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അവൻ അതുകൊണ്ടാണ് മിതത്വം പാലിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത്. അത് എല്ലാവരും ബാധകമാണോ? അത് നിനക്കും ബാധകമാടാ പോയി, നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ഈ കാസ എന്ന് പറയുന്ന ഒരു മിലിറ്റൻ ഫോഴ്സാണ്. അതായത് മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണം കൂടുതലായി വന്നപ്പോൾ ഈ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന അങ്ങനെ ഒരു ഗതികേടൊക്കെ സാഹചര്യം ഉണ്ടായപ്പം അതിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് ഉയർന്നു വന്ന ഒരു സംഘടനയാണ്. അവരെ ഒരു ഫോഴ്സാണ്. പക്ഷെ അവര് ഒരു മര്യാദയുടെ അങ്ങനെ കാണിക്കാറില്ല. നല്ല വാക്ക് പറഞ്ഞ് അവരെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ പൂഞ്ഞാർ പള്ളിയിലുണ്ടായി, ഞാൻ നോക്കി കാസർഗോഡ് ഒരു 10-20 എത്തിക്കഴിഞ്ഞു. മനസ്സിലായോ? ഞാൻ അത് സൗമ്യയോട് തീർത്തല്ലോ. എനിക്ക് സൗകര്യം ഉണ്ടായിട്ടാന്ന് പറഞ്ഞേ, എനിക്ക് അങ്ങനെ സൗകര്യം എന്നങ്ങ് പറഞ്ഞേ, പ്രശ്നം തീർത്തല്ലോ. അല്ല, ചിലർക്ക് പിറപ്പ് പറഞ്ഞില്ല ഉറക്കം വരികയില്ല. അതെ, സംശയമുണ്ടോ? പുള്ളിക്ക് ഞാൻ വെറും 3 മെമ്പർഷിപ്പുകാരനാണെന്ന് എന്റെ മകൻ പറഞ്ഞില്ല. അതുപോലെ 150 കിലോ ഒന്നും ഞാനില്ല. ഞാൻ അതിൽ കുറവ് 10-57 കിലോ ഉള്ളെന്ന്. കൊച്ചു മനുഷ്യനാണ്. സ്വയം നിയന്ത്രിക്കണമെന്നാണ് തുഷാർ പറഞ്ഞത്. സ്വയം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് നന്നായി, അത് നല്ലതാ എന്ന് പറഞ്ഞു കൊടുത്തേരാ, അത് നല്ലതാ. എപ്പോഴും എനിക്കൊരു മാനസികവും ഇല്ല. അയാൾ അയാളുടെ രാഷ്ട്രീയം, ഞാൻ എന്റെ രാഷ്ട്രീയം, എന്നെ അയാളെ എനിക്ക് മനസ്സിലായില്ല എന്നതാ പറയുന്നത്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നു. അയാൾ അയാളുടെ കാര്യം കൊണ്ട് നടക്കുന്നു, അയാൾ നമുക്ക് തന്നെ നേട്ടം. അയാൾ അയാളുടെ രാഷ്ട്രീയം, നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ എന്റെ രാഷ്ട്രീയം BJP ആണ്. അയാളും വേണമെങ്കിൽ BJP ചേരട്ടെ, അപ്പം ഒരു പാർട്ടിയാവും. ഇപ്പം NDA എന്നല്ലേ ഉള്ളൂ. NDA ഒരു ഘടകകക്ഷിയാണ്. അയാളുടെ കാര്യം നോക്കുന്നു. ഞാൻ BJPയുടെ പ്രവർത്തനം എന്നതിൽ അങ്ങനെ നോക്കത്തുള്ളൂ. അത് നിങ്ങളിത് ചൂടാക്കാൻ നോക്കണ്ട. നീ ചൂടാക്കിക്കോ മാനയെ, ചൂടാക്കിക്കോ. അല്ല, തുഷാർ എനിക്ക് എന്നെ വിളിക്കുമെന്ന് ആർക്കറിയാം? വിളിച്ചാലേ പോകണ്ടുള്ളൂ. NDA മുന്നണിയാന്ന് നേടിപ്പെട്ടാ ഇത് നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തല്ലോ. അതായത് എന്നെ വിളിക്കാതെ ഞാൻ പോണോ? വിളിക്കാൻ എന്റെ പുന്നസേര ഈ സഹോദരൻ പറഞ്ഞതനുസരിച്ച് വിളിക്കാൻ സാധ്യതയില്ലല്ലോ ഇല്ലേ? അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. എനിക്കതിന് സൗകര്യമില്ല. വിളിച്ചില്ല ഞാൻ പോണത്. എവിടത്തെ നീ വിളിക്കണം, അല്ലെ പോവാ. ഞാൻ അങ്ങനെ വെറും ചന്തയായിട്ട് കിടക്കല്ല.